കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് 24-ാം പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണിയിൽ തുടരാൻ CPIM തീരുമാനിക്കപ്പെട്ടത്. പക്ഷേ അത് അൺകണ്ടീഷണൽ ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ വരികയും പാർട്ടി ജനറൽ സെക്രട്ടറി ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ആ ചർച്ചയുടെ വിഷയങ്ങൾ ഒരുപാട് ഡൈവേർട്ട് ചെയ്ത് പോയെന്നുള്ള മറ്റൊരു കാര്യം സ്വാഭാവികമാണ്. അത് അതിന്റെ കോർ ഇഷ്യൂയിലേക്ക് നമുക്ക് വരുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഞങ്ങളുടെ CPIM-ന്റെ മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല, കോൺഗ്രസിന്റെ അടക്കം സഖ്യത്തിലുള്ള പിന്നെ ഇന്ത്യ ബ്ലോക്കിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ, ദേശീയ നേതാക്കന്മാരെ പരസ്പരം കടന്നാക്രമിക്കാതിരിക്കുക, ആ ഒരു നിലപാട് സ്വീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുള്ള നിലപാടുകൾ അടക്കം സ്വീകരിക്കേണ്ടി വരും. കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വരും. ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നും കേരളത്തിൽ വന്നാൽ ഞങ്ങളുടെ നാവിൽ നിന്ന് വരുന്നത് നിങ്ങൾക്കെതിരായിട്ടുള്ള വർത്തമാനങ്ങളാണ് എന്നുള്ള നിലപാടാണ് തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരും. അതിന് വേറെ അതൊക്കെ ഒരു സംശയമില്ല. എന്താണ് വില എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങൾ വഞ്ചകരാണ് എന്ന് തന്നെ പച്ചയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞത് അഖിലേഷ് യാദവ് ആണ്. കോൺഗ്രസിന് ഒരു കാലത്ത് അടുപ്പിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് കെജ്രിവാൾ ആണ്, ഭഗവന്ത് സിംഗ് മാൻ ആണ്. ഇത്തരം മമതാ ബാനർജി നിങ്ങളെ വിമർശിച്ചതിനും പറഞ്ഞ കാര്യങ്ങൾക്കും കയ്യും കണക്കില്ല, പറയേണ്ടതില്ല എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അവരുടെ ഏറ്റവും ദയനീയമായ തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് ഇന്നേ അവർ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത്. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല, മമതയുടെ കാര്യത്തിലേക്ക്. പക്ഷേ സ്റ്റാലിനും അഖിലേഷ് യാദവും കെജ്രിവാളും ഭഗവന്ത് സിംഗ് മാനും അടക്കമുള്ള ദേശീയ രാഷ്ട്രീയ നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ കരുത്തരാണ്. അവരൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാട് പറയാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതിനോട് ചേർത്ത് മാത്രമേ CPIM ജനറൽ സെക്രട്ടറിയുടെ ഇന്നത്തെ പ്രസ് റിലീസിനെ എനിക്ക് കാണാൻ കഴിയൂ. അങ്ങനെയാണ് കാണേണ്ടത്. ഉത്തരവാദിത്വമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസും ആ നിലയിൽ തന്നെ കാണാൻ തയ്യാറാവുന്നില്ലെങ്കിൽ CPIM-ന് അക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുകൾ ഈ പറഞ്ഞ നേതാക്കളോടൊപ്പം അവരുടെ കക്ഷികളോടൊപ്പം ചേർന്ന് എടുക്കേണ്ട നിലയിലേക്ക് കോൺഗ്രസ് തള്ളിവിടാൻ പാടില്ലാത്തതാണ്. കോൺഗ്രസിൽ വിവേകമുള്ള ചിലരെങ്കിലും ചില സ്ഥലങ്ങളിൽ ശേഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും അത്തരത്തിലുള്ള അപകടത്തിലേക്ക് കോൺഗ്രസ് ഇത് CPIM-ന് ഇടതുകക്ഷികളെ വേണ്ട, അല്ലെങ്കിൽ സ്റ്റാലിനെ വേണ്ട, പിന്നെ അഖിലേഷ് യാദവിനെ വേണ്ട, കെജ്രിവാളിനെ ഭഗവന്ത് സിംഗ് മാനിനെ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എടുത്തിയാടി പോകാൻ ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസിന് ദേശീയമായി കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് മറ്റ് പല പ്രശ്നങ്ങളും ആഭ്യന്തരമായി തന്നെ ആ പാർട്ടിയെ ഗുരുതരമായി ബാധിക്കുന്ന നിലയിലേക്ക് മാറും എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെങ്കിലും അറിയാം. പക്ഷെ കേരളത്തിൽ കൊണ്ടുവന്ന് വഴിതെറ്റിക്കുന്നത് ആരാണ്? ഇത്ര കാലവും 2019 മുതൽ 2026 വരെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്ന് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളത് പിന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത് ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ടതില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ശരി, കോൺഗ്രസ് പാർട്ടിക്ക് ഈ കാര്യത്തിൽ കൃത്യമായി ഇതുവരെ തുടർന്ന ആ രീതിയിൽ പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ശ്രീ M ജയചന്ദ്രൻ പറയുന്നത്. ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ അഖിൽ വീണ്ടും ആവർത്തിച്ച് കേരളത്തിലെ നേതാക്കൾ CPIM-ഉം BJP-യുമായി ഇവിടെ ഡീൽ ഉണ്ടായിരുന്നു എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോഴാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യ ബ്ലോക്കിൽ എങ്ങനെ ഇരിക്കും? BJP എതിർക്കുന്ന ഒരു ബ്ലോക്കിൽ എങ്ങനെ നിങ്ങൾ ഒരുമിച്ചിരിക്കും? CPIM-നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് അത് തയ്യാറാകുന്നില്ല? നിങ്ങൾക്ക് തെളിവില്ലാത്തത് കൊണ്ടല്ലേ എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ശ്രീ ഡോക്ടർ PK ഗോപൻ ഇവിടെ നിരത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അത് കോൺഗ്രസിൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. BJP-യുമായിട്ടുള്ള ഡീൽ ആർക്കാണ് എന്നുള്ളത്.